ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബി എസ് സിയുടെ മറ്റൊരു LPUP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കവിത പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ്. ആദ്യം നമ്മൾ കുട്ടികളെ കൊണ്ട് മൗനമായിട്ട് വായന നടത്തണം. കുട്ടികൾക്ക് മൗന വായനയ്ക്ക് അവസരം നൽകണം. അതിനുശേഷം ഒന്നോ രണ്ടോ കുട്ടികളെ കൊണ്ട് വ്യക്തിഗത വായന നടത്തിക്കണം. എല്ലാവരും കേൾക്കെ ഒന്നോ രണ്ടോ കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ വ്യക്തിഗത വായന നടത്തിക്കണം. അതിനുശേഷം അതിൻ്റെ ആശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഈണം കണ്ടെത്താൻ അവസരം കൊടുക്കുക. ശേഷം ഗ്രൂപ്പുകളെ കൊണ്ട് ഈണം കണ്ടെത്തിയത് അവതരിപ്പിക്കണം. അതിനുശേഷം അധ്യാപിക ഒരു മാതൃകാ വായന നടത്തുക. അധ്യാപിക മാതൃകാ വായന നടത്തിയ ശേഷം അധ്യാപിക തന്നെ അതിൻ്റെ ആശയം വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം അധ്യാപിക മാതൃകാ വായന നടത്തിയ ശേഷമാണ് അതിൻ്റെ ആശയം അധ്യാപിക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും ഘട്ടങ്ങളാണ് ഒരു കവിത പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്.